രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സമീപിച്ചുവെന്ന ആരോപണവുമായി യുവതി. സർക്കാരിന്റെ ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സമീപിച്ചുവെന്ന ആരോപണവുമായി യുവതി. ആദ്യം വിവാഹാഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറി. സമ്മർദ്ദം ചെലുത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി. തന്നെ പോലെ ദുരനുഭവം നേരിട്ട മറ്റാളുകളെയും അറിയാമെന്നും കേരളത്തിന് പുറത്തുള്ള യുവതി ആരോപിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും. ഇതിനായി 1679 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാലൻ അറിയിച്ചു. ഇന്നു മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുന്നത്. തോട്ടം മേഖലയിലെ കരുത്തുറ്റ നേതാവ് വാഴൂർ സോമന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. CPI സംസ്ഥാന കൗൺസിൽ അംഗവും AUTCയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗവുമായ പ്രിയ നേതാവിനെ അവസാനമായി ഒന്ന് കാണാൻ ഒഴുകിയെത്തിയ ജനക്കൂട്ടം വാളാർഡിയിലെ വീട്ടുവളപ്പിനെ സങ്കടക്കടലാക്കി. ഇന്നലെ രാത്രി 2 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. തങ്ങൾക്ക് ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യാറുണ്ടെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. തൃശൂരിൽ സുരേഷ് ഗോപി വിജയത്തിൽ കള്ളവോട്ട് നടന്നെന്ന UDF LDF ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു BJP നേതാവ്. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ജമ്മുകാശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിമിഷപ്രിയയുടെ വധശിക്ഷ 24നോ 25നോ നടപ്പാക്കുമെന്ന് ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സംഘടനാ സ്ഥാപകനുമായ ഡോക്ടർ KA പോൾ. നിമിഷപ്രിയ കേസിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ അദ്ദേഹം ഹർജി നൽകി. നിമിഷപ്രിയ പറഞ്ഞിട്ടാണ് താൻ കോടതിയിലെത്തിയതെന്നും പോൾ പറയുന്നു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഉയരുന്നു. മലപ്പുറത്ത് ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 47കാരനാണ് രോഗബാധ കണ്ടെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ച് VK ശ്രീകണ്ഠൻ MP. അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നും വെളിപ്പെടുത്തലിലെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. രാഹുലിനെ സംരക്ഷിക്കില്ലെന്ന് VK ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. ജമ്മുകാശ്മീരിലെ കുപ്വാര ജില്ലയിൽ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന 2 സർക്കാർ ജീവനക്കാരെ സർവീസിൽ നിന്ന് പുറത്താക്കി. ആയുധക്കടത്ത്, നിരോധിത തീവ്രവാദ സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുമായുള്ള ബന്ധം എന്നീ കുറ്റങ്ങളിൽ ജയിലിൽ കഴിയുന്ന ഇരുവരെയും പിരിച്ചുവിടാൻ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഉത്തരവിടുകയായിരുന്നു. അധ്യാപകനായ ഖുർഷീദ് അഹമ്മദ് റാത്തർ, ആട് സംരക്ഷണ കേന്ദ്രത്തിലെ ജീവനക്കാരനായ സിയാദ് അഹമ്മദ് ഖാൻ എന്നിവരെയാണ് പിരിച്ചുവിട്ടത്. ശ്രീലങ്ക മുൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ അറസ്റ്റിൽ. ഇന്നലെയാണ് റെനിൽ വിക്രമസിംഗയെ അഴിമതി കേസിൽ CID അറസ്റ്റ് ചെയ്തത്. ഭാര്യയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ നടത്തിയ ലണ്ടൻ യാത്രയ്ക്ക് പൊതുപണം ദുരുപയോഗം ചെയ്തെന്ന കേസിലാണ് അറസ്റ്റ്. UK-യിലെ ഇന്ത്യൻ വംശജനായ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന സ്വരാജ് പോൾ അന്തരിച്ചു. ലണ്ടനിൽ വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു അന്ത്യമെന്ന് കുടുംബത്തെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കപാറോ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.